Hey Parayas, welcome back to my Paray. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ ഡെൽ പോർട്ടബിൾ മോണിറ്റർ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഇത് എനിക്ക് ഫ്രീ ആയിട്ട് ജോലി നേടിയതാണ്. സോ ഞാൻ ഓർത്തു why not just do a YouTube video about it. കുറെ നാളായി ഞാൻ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ട്. സോ എനിവേ നമുക്ക് ഡിലേ ചെയ്യാതെ ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ കാണാം. അപ്പോൾ അവർ നമുക്കിവിടെ ഒരു യൂസർ ഗൈഡ് തന്നിട്ടുണ്ട്. തൽക്കാലം നമുക്കത് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെ വരുന്നത് നോക്കാം. അവർ നമുക്കൊരു പൗച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിയുള്ളൊരു പൗച്ച്. അത് നല്ലൊരു ടച്ചായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സൈഡ് നമുക്ക് ഡെൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ അവർ നമുക്ക് USB Type C to Type C ഒരു കേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേബിൾ വെച്ചാണ് നമ്മുടെ ലാപ്ടോപ്പിൽ ഈ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണിത്. അതിൻ്റെ പുറകെ അലൂമിനിയം ആണുള്ളത്. അലൂമിനിയം പിന്നെ ഫ്രണ്ടിൽ ഇച്ചിരി പ്ലാസ്റ്റിക്കും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര തിന്നാണ് ഈ ഒരു പോർട്ടബിൾ മോണിറ്റർ. ലൈക്ക് ഇറ്റ്സ് അമേസിങ്. പിന്നെ ഇതിൻ്റെ പുറകിൽ നമുക്കൊരു ചെറിയ സ്റ്റാൻഡ് കാണാൻ പറ്റും. അതൊരു അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ ബേസിൽ ഇനി കുറച്ച് ബട്ടൺസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് പുറകിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എയർ വെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേ ഓവർ ഹീറ്റ് ആവത്തില്ല. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൽ വരുന്ന പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു Type C പോർട്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നൊരു ബട്ടണും പിന്നെ നമുക്ക് നമ്മുടെ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടണുമാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഓഫ് സ്വിച്ചും പിന്നെ അതേപോലെ തന്നെ ഒരു Type C പോർട്ടും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് ആ Type C പോർട്ട് കാണാൻ പറ്റും. ഈ ബോക്സിൽ വന്ന പൗച്ചൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണ് എത്രത്തോളം നല്ല പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ളൊരു പൗച്ചാണിത്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേൻ്റെ അകത്ത് വെക്കാൻ പറ്റും. ഐ റിയലി വിഷ് ഇവിടെ സൈഡിൽ ഒരു പോക്കറ്റ് പോലെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മുടെ Type C കേബിൾ വെക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ടബിൾ മോണിറ്റർ എൻ്റെ MacBook Proയിലോട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, എത്ര നേരം എടുക്കുമെന്ന് നോക്കിയാൽ ഒന്ന് ബൂട്ടപ്പ് ആവാൻ. Pretty good. Okay, scanning for signal. Pretty good. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. എൻ്റെ ഇപ്പം മാക്ബുക്ക് ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ പോർട്ടബിൾ ഡിസ്പ്ലേയും ഒരു മാക്സിമം ബ്രൈറ്റ്നസ്സിലോട്ടാക്കാൻ നോക്കാം. Look at that. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് ഇതിന്. ലൈക്ക് more than I was expecting. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് if this device is worth your money. And I think it is. Like ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലെ കോളേജ് പഠിക്കുന്ന ഒരാളാണെങ്കിലോ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വെളിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ, അതായത് ഔട്ട്ഡോറിൽ പോയി ജോലി ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു നല്ല ടൂളാണ്. ആൻഡ് ഇറ്റ്സ് സോ ടൈനി. ലൈക്ക് ലുക്ക് അറ്റ് ഇറ്റ്, സോ തിൻ ആൻഡ് സ്ലിം. സോ നമുക്ക് പാക്ക് ചെയ്യാൻ, അതായത് നമ്മുടെ ബുക്ക് ബാഗിലൊക്കെ വെക്കാൻ ഭയങ്കര ഈസിയാണ്. അത് മാത്രമല്ല അവർ നമുക്ക് ഒരു ചെറിയ പൗച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോണിറ്റർ ഒരു സ്ക്രാച്ചോ ഒന്നും വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു രണ്ട് USB Type C പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോർട്ട് ഉപയോഗിച്ചാണെങ്കിലും ഈ ഒരു ഡിസ്പ്ലേയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില ലാപ്ടോപ്പുകൾക്ക് ചിലപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ ആ ഒരു Type C കണക്ടർ അല്ലെ കുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. ആൻഡ് ചില ലാപ്ടോപ്പിന് റൈറ്റ് സൈഡായിരിക്കും. സോ രണ്ട് സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ പ്രിറ്റി കൂൾ ഫീച്ചർ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതും പിന്നെ ആ ഒരു color temperature മാറ്റാൻ പറ്റുന്ന ഫീച്ചറും I feel like it's definitely worth your money. പക്ഷേ it is a little expensive. $400 ആണ്. അപ്പോൾ എനിക്ക് പൈസ കൊടുക്കേണ്ട വന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോർട്ടബിൾ മോണിറ്റർ നോക്കുന്ന ഒരാളാണെങ്കിൽ that's something you should probably want to keep in mind. But the quality of the screen is very good. I mean, I'm very surprised by it. 1080p ഉള്ളെങ്കിലും നല്ല ക്വാളിറ്റി, നല്ല ക്രിസ്മസും ഷാർപ്നെസ്സും ഈ ഒരു മോണിറ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എനിവേ, നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടത് ഭയങ്കര സന്തോഷം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം കുറേ ചൂണ്ടുന്നുണ്ട്. ബൈ.